നമസ്കാരം. ഇൻസൈഡ് സ്റ്റോറീസ് മലയാളത്തിലേക്ക് സ്വാഗതം. ആരൊക്കെയാണ് ആ പവർ ഗ്രൂപ്പിലെ 15 അധമർ? മലയാള സിനിമയിലെ താരരാജാക്കന്മാർ അങ്ങേയറ്റം നികൃഷ്ടജീവികളാണെന്ന് വിളിച്ചു പറയുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പ്രാകൃത മനുഷ്യരെ പോലും നാണിപ്പിക്കും വിധം വേട്ടയാടൽ ശീലമാക്കിയവർ, സിനിമാ ലോകത്തെ ഇലയനക്കം പോലും നിർണയിക്കുന്നത് ഒരു പവർ ഗ്രൂപ്പാണെന്ന കണ്ടെത്തലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം. 15 അംഗങ്ങളുണ്ടെന്ന് ഹേമ കമ്മിറ്റി പറയുന്നു. അതിലൊരു സംസ്ഥാന മന്ത്രിയുണ്ടെന്ന് സംവിധായകൻ വിനയൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്രയും വ്യക്തം. മറ്റു 14 അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന ചോദ്യമാണ് ഏറെ പ്രസക്തം. ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് മുമ്പ് വന്നു പോയിട്ടുണ്ട്. 2017 കോമ്പറ്റീഷൻ കമ്മീഷൻ റിപ്പോർട്ട്. പ്രധാനമായും പേരെടുത്തു പറയുന്നത് മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ഇടവേള ബാബു എന്നിവരെ. തിലകനെ വെട്ടിയത് ഇവർ. ജോഷി, ബി ഉണ്ണികൃഷ്ണൻ, സിബി മലയിൽ തുടങ്ങിയവരെയൊക്കെ പേരെടുത്ത് പരാമർശിക്കുന്നുണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ റിപ്പോർട്ട്. ഇവരൊക്കെ അടങ്ങിയതാണ് ആ പവർ ഗ്രൂപ്പ് എന്ന് വ്യക്തമായി പറയുന്നവരുമുണ്ട്. അമ്മ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന താരസംഘടന പിശാചിന്റെ പണിയാണെടുക്കുന്നതെന്നും ഈ റിപ്പോർട്ടുകളിൽ വ്യക്തം. നിരവധി സ്ത്രീകളെ, മനുഷ്യരെ ഈ അധമക്കൂട്ടം തകർത്തെറിഞ്ഞിട്ടുണ്ടെന്ന് ഇരു റിപ്പോർട്ടുകളും സാക്ഷ്യപ്പെടുത്തുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും സ്ത്രീകൾക്ക് നേരെയുള്ള ആയുധമായി ഈ അധമക്കൂട്ടവും പൊതുസമൂഹത്തിലെ ചിലരും പ്രചരിപ്പിക്കുന്നു. ഇപ്പോഴും അംഗമായി തുടരുന്ന സ്ഥാപകാംഗത്തെ സ്ഥാപകാംഗത്തെ വേട്ടയാടരുതെന്ന് WCCക്ക് കേണപേക്ഷിക്കേണ്ടി വരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയാകരുത് ഉപയോഗിക്കുന്നതെന്ന് ആവശ്യപ്പെടേണ്ടി വരുന്നു. മറുപുറത്ത് പോക്സോയടക്കം ചുമത്തി അഴിക്കുള്ളിലാകേണ്ടവർ തെരുവിൽ വിലസുന്നു. 18 തികയാത്ത ബാലികയോട് പോലും ലൈംഗികതയാവശ്യപ്പെടുന്ന അധമന്മാരായ ഒരു കൂട്ടം ഇപ്പോഴും വാഴുന്നു. മറുപുറത്ത് ഇവരെ അഴിക്കുള്ളിലാക്കാൻ വേണ്ടത്ര ഇച്ഛാശക്തി പ്രകടിപ്പിക്കാത്ത പൊതുസമൂഹവും സർക്കാരും. ഈ അധമക്കൂട്ടത്തെ ജയിലഴിക്കുള്ളിലാക്കാൻ വേണ്ട ഇച്ഛാശക്തിയുള്ള, രാഷ്ട്രീയ ബോധമുള്ള ഭരണ സംവിധാനമുണ്ടാകാൻ ഇനി എത്ര കാലം വേണമെന്ന് നമുക്ക് കണ്ടുകാണാം.